ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ സിംഗപ്പൂർ എത്തി. അപ്പോൾ നമ്മളൊരു വലിയ ലോങ് ബ്രേക്കിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സിംഗപ്പൂരിൽ ഒരു 5 days, അത് കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഏർലി മോർണിംഗ് 1 o'clock ഫ്ലൈറ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ഇത് ഇവിടുത്തെ ടൈം 8:30 ആയി. നമ്മുടെ നാട്ടിൽ 6:15 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സിംഗപ്പൂരിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ പോവാം, വീഡിയോയിലേക്ക് പോവാം. ഹായ് വരണേ. ഇല്ല, ആൾ കുറച്ച് മൂഡ് ഓഫില്ല. അപ്പോൾ ശരി, നമുക്ക് വീഡിയോസ് കാണാം. ഓ, എത്ര രസമൊക്കെ. വാവ്, ഇതാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത്. എയർപോർട്ടിൻ്റെ ഗേറ്റാണിത്. അവിടുത്തെ ഒരു വ്യൂ. സോ നമുക്ക് മാത്രമല്ല ഫുഡ്, ബേബിക്കും മീൽ പ്രൊവൈഡഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 പൗച്ചസ് ആയിരുന്നു വന്നത്. ഒന്ന് സ്വീറ്റ് പൊട്ടാറ്റോ, ക്യാരറ്റ് ആൻഡ് ആപ്പിൾ, അതിൻ്റെ ഒരു പ്യൂരി, പിന്നെ ഒരു സമ്മർ ഫ്രൂട്ട് എൻ്റെ ഒരു പ്യൂരി ഉണ്ടായിരുന്നു, ആൻഡ് പെയർ ആൻഡ് ആപ്രിക്കോട്ട്. അപ്പോൾ ഇങ്ങനത്തെ 3 എണ്ണമാണ് അവർ തന്നത്. ഇത് 4+ months 6+ months എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബേബിക്കും ഫുഡ് പ്രൊവൈഡഡ് ആയിരുന്നു നമ്മളുടെ ഒപ്പം. കുഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഞങ്ങൾക്കും സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ ഇവരുടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എഴുതി വെച്ചേക്കുന്നു, ബലൂൺസും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നാളെയാണ്, 23rd. അപ്പോൾ ബാക്കി ഞാൻ റൂം വിശേഷം പിന്നെ കാണിക്കാം. അപ്പോൾ ഇന്ന് ഡേ 1 സിംഗപ്പൂരിലെ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ബക്കി സ്ട്രീറ്റിലേക്ക് പോവാണ്. നമ്മൾ വന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി, ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഇവിടുത്തെ ടൈം ആയിട്ടുണ്ട് 4:30. എനിക്ക് തോന്നുന്നു നാട്ടിൽ 2 o'clock സംതിങ് ആയിരിക്കാം. അപ്പം നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇൻ്റർനാഷണലിലുള്ള സിസ്റ്റം അറിയുന്നവർക്ക് അറിയാം. എന്നാലും നമുക്ക് വാക്കിങ്ങിന് വേണ്ടി അതിൻ്റെതായ സിഗ്നലുണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ എന്തായാലും ഞാൻ പോയ ടൈമിലാണ് ഞാൻ പോലും അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നു വാക്കിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് വാക്കിങ്ങിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ക്രോസ് ചെയ്യാം. യെസ്, അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പുറത്ത് ക്രോസ് ചെയ്യാനും അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള സിഗ്നൽ വന്നാൽ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ ഉറങ്ങാനുള്ള പ്ലാൻസിലാണ് തോന്നുന്നു. എനിക്കൊന്നുമില്ല. എനിക്ക് ഡിസംബർ മന്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, മൊത്തം ഡെക്കറേഷൻസ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഡെക്കറേഷൻസ് കിട്ടാൻ എനിക്ക് തോന്നുന്നു നൈറ്റ് വ്യൂ ആണ് ബെറ്റർ. എന്നാലും കാണാം ഓരോ സ്ഥലത്ത്. ഈവൻ സിംഗപ്പൂർ എയർലൈൻസും ഡെക്കറേറ്റഡ് ആയിരുന്നു, കംപ്ലീറ്റ് ക്രിസ്മസ് വൈബ്. അപ്പോൾ ഇനി വേറെ ഏതൊക്കെ സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയില്ല. ഉള്ളതൊക്കെ ഞാൻ ക്ലിപ്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് കാലത്ത് കഴിച്ചു എന്നല്ലാതെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. അപ്പോൾ ആസ് യൂഷ്വൽ 7-Eleven വന്നു, ഇവിടെ നിന്ന് റാപ്പ് മേടിച്ചു. ഇനി എന്തെങ്കിലും ജസ്റ്റ് കുടിക്കാനും കൂടി നോക്കിയിട്ട് നമുക്കത് കഴിച്ചു പോകാം. സോ ഇതാണ് നമുക്കുള്ള ഫുഡ് കിട്ടാനുള്ള ഒരു ഈസി വേ. കമ്പയർ ടു ഇവിടുത്തെ ബാക്കി റെസ്റ്റോറൻറ്റ്സ് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും, സ്പെഷ്യലി ഇന്ത്യൻ. അപ്പോൾ 7-Eleven ഓൾമോസ്റ്റ് എല്ലാം കിട്ടും. നമുക്ക് തൽക്കാലമുള്ള സ്നാക്സും അങ്ങനത്തെയൊക്കെ എല്ലാ ഐറ്റംസും കിട്ടും. അതെവിടെയോ പോകാൻ വേണ്ടിയിട്ടാണ്, ഏതോ ഒരു കടയിലോ. ഇത് നമുക്ക് കോയിൻ എടുത്തിടാൻ പറ്റണം. ഇത്
സോ ഇത് വൺ ഓഫ് ദി ഫേമസ് ആണ്. റീലൊക്കെ കണ്ടിട്ടുണ്ട്. ഫ്രഷ് ഓറഞ്ച് എടുത്ത് നമുക്ക് ജ്യൂസ് ആക്കി കുടിക്കാം. അപ്പോൾ ഇത് $2 എന്ന് പറയുമ്പോൾ 140 റുപ്പീസ്. ഓക്കെ, ഇങ്ങനെ ഓരോരോ കൗണ്ടേഴ്സ് ഉണ്ട്. ഇവിടെ എന്താ നോക്കാം. ഇവിടെയുണ്ട്. ഇവിടെയും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്കും. മീൻസ് ഫ്രോസൺ ഫ്രൂട്ട്സാണ് തോന്നുന്നു എല്ലാം. നമുക്ക് ഏതാണോ വേണ്ടത് അതെടുക്കാം. പിന്നെ ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പോൾ ബെറ്റർ നമ്മൾ തന്നെ കൊണ്ടുവരുന്നതാണ്. സോ ഞാൻ നേരത്തെ കാണിച്ചത് മോളാണ്, ബഗ്ഗീസ് മോൾ. ഇതാണ് പ്രോപ്പർ ബഗ്ഗീസ് സ്ട്രീറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ അവിടെ നാട്ടിലുള്ള പോലെ തന്നെ ബ്രോഡ്വേ, മേനക പോലെ തന്നെ ഉള്ളത്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ കുറേ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സ്, ഷൂസ് എല്ലാ ഐറ്റംസും കിട്ടുന്നു. അപ്പോൾ ഇതാണ് തോന്നുന്നു വൺ ഓഫ് ദി ചീപ്പസ്റ്റ് സ്ട്രീറ്റായിട്ട് ഉള്ളത്. അങ്ങനെ നമ്മൾ ബഗ്ഗീസ് സ്ട്രീറ്റും ബഗ്ഗീസ് ജംഗ്ഷനും പിന്നെ ബഗ്ഗീസ് മോളും എല്ലാം കണ്ടു. ബഗ്ഗീസ് മോൾ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ സ്ട്രീറ്റൊക്കെ നമുക്ക് കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. ഒരു 1000 to 2000 എന്തിലും എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ താഴെ ഉള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോണത് ലിറ്റിൽ ഇന്ത്യ. അതും ബഗ്ഗീസ് സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 15 minutes വാക്കും കൂടിയുണ്ട്. അഗെയിൻ നമ്മൾ കാശ് ചിലവാക്കാതെ പോകുന്ന ട്രാവലേഴ്സ് ആയതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്നു. 15 മിനിറ്റ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക്. അപ്പോൾ ഇനി ലിറ്റിൽ ഇന്ത്യ പോയാൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ മൂടൊക്കെ ഇടഞ്ഞു തുടങ്ങി, ഉറങ്ങി എഴുന്നേറ്റു. ഒരു താല്പര്യമില്ലാതെ ഇരിക്കാറ്. കുഞ്ഞു ഹായ്. അങ്ങനെ മലബാർ കിച്ചൺ അന്വേഷിച്ച് ഞങ്ങൾ സിംഗപ്പൂരിലെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അപ്പം ചൂടാൻ പോവാണേ. എങ്ങനെയാ? അപ്പം ചുറ്റ്, ഏലത്തിട്ട്, അടച്ചിട്ട്, അതിൻ്റെ വീട്ടിൽ പോകണം. കിക്കിലി കിക്കിലി കിളി 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 കിളി.